ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ശോഭ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കക്കുരുവിൻ്റെ മുകളിലുള്ള ഒരു പാട, ഇതിലാണ് നമ്മൾ ഇതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ചക്കക്കുരുവൊക്കെ മാറ്റണം. ചക്കക്കുരുവൊക്കെ നമുക്ക് മാറ്റിയിടാം. അതിൻ്റെ പാട ഇതാണ്. ഇത് നമുക്ക് വേറെ എടുക്കാം. പണ്ട് കാലത്തൊക്കെയുള്ള അമ്മമാർ ചക്കേൻ്റെ മടൽ ചകിണി തോരൻ വെക്കും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും എടുക്കുന്നില്ല. ഇപ്പം ഞാൻ ഈ ചക്കേൻ്റെ പാട, ചക്കേൻ്റെ കുരുവിൻ്റെ ചക്കപ്പാട നിങ്ങൾ എന്താ പറയുകയെന്നറിയില്ല. ചക്കയുടെ പാടയാണിത്. ഇതിൻ്റെ മുകളിലിങ്ങനെ കുരു ഇങ്ങോട്ടിടാം. ഇത് നമുക്ക് ഇതിലേക്ക് എടുത്ത് വെക്കാം. ഇതൊക്കെ പെറുക്കിയെടുക്കാം. സെപ്പറേറ്റ് ആക്കണം എല്ലാം. ഒരു ചക്ക കിട്ടിയാൽ അതെല്ലാം നമുക്ക് ഭക്ഷണത്തിന് ഉപകാരമായി. കറി വയ്ക്കാം, ചക്കക്കുരു കറി വയ്ക്കാം. ചക്കക്കുരുവിൻ്റെ പാട ആവിയിൽ വെച്ച് ആവി കയറ്റിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അത് നമുക്ക് എപ്പോഴെങ്കിലും ചോറിന് സൈഡാക്കാം. കൊണ്ടാട്ടം, ചക്കക്കുരു പാട കൊണ്ടാട്ടം. ചക്കക്കുരു കറി വയ്ക്കാം, തോരൻ വയ്ക്കാം, ചക്ക പുഴുങ്ങാം, ചക്ക എരിശ്ശേരി വയ്ക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഉപകാരമുള്ള ആണ് ചക്ക. അപ്പോൾ നമുക്കിതിനെയെല്ലാം ഇങ്ങോട്ട് പെറുക്കിയിടാം. അപ്പോൾ ഈ ചക്കേൻ്റെ ഇതെല്ലാം നമ്മൾ നേരെയാക്കിയുണ്ടോ? പാട വേറെയാക്കിയത് പാടയാണ്. പാട വേറെയാക്കി, കുരു വേറെയാക്കി. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഇത് പാട ഇത് നമ്മൾ അടുപ്പിൽ ആവിക്ക് വയ്ക്കാം. ഉണ്ടോ? പാത്രത്തിൽ ആവിക്ക് വെച്ചേക്കുന്നത്. നമ്മൾ ചക്കയാണ് ആവിക്ക് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ ആവിക്ക് വേവിച്ചെടുക്കണം. അതാ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് തണുക്കാൻ വെക്കണം. നല്ലോണം ചൂട് പോയതിന് ശേഷം വേറൊരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെച്ചേക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കത് എടുത്ത് വേവിക്കാം. എത്ര കാലം ഇരുന്നാലും ഒന്നും ആവില്ല. അപ്പോൾ ചക്ക ഇല്ലാത്ത സമയമാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് വേവിക്കാം. ഇതിന് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞളാണ്. മുളക് പൊടി ഇടാം. ഉപ്പിടാം. എന്നിട്ട് നന്നായിട്ടിങ്ങനെ കൂട്ടി ഞവടി എടുക്കാം. നമുക്കൊരു തുള്ളി ഇറ്റ് വെള്ളം ഒഴിക്കാം.
നമുക്കിത് ആവിക്ക് വയ്ക്കാം. ആവിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവണം. ഒന്ന് ചൂടായാൽ മതി കേട്ടോ, വേഗമാവും. അപ്പോൾ ഇത് നമ്മൾ പാട ഉണക്കിയത് ഉണ്ടോ, ഇതേപോലെ ഉണങ്ങണം. കൊണ്ടാട്ടമാണ്, എന്താ പാട കൊണ്ടാട്ടം. കിലുകിലുണ്ടോ, ഇങ്ങനെ ഉണങ്ങണം. നല്ല ഫസ്റ്റായിട്ടിത് ഉണങ്ങി. ഇനി ഇത് എണ്ണയിൽ നമുക്ക് ഊണിനൊക്കെ സൈഡ് ആക്കാനുള്ള ഇതാ. എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കണം, കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കണം. ശോഭ കിച്ചണിൽ എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഹായ്, ഇനി അടുത്ത വീഡിയോ കാണാം.